ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ചോറാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 5-10 ചെറിയുള്ളി വേണം. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. നേർങ്ങനെയായിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കും. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നെയ്യ് മാത്രമാകുമ്പോൾ ഉള്ളി വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം, കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ക്രഷ്ഡ് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഞാനിവിടെ ക്രഷ്ഡ് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചോറിനും കൂടെ കണക്കാക്കിയിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്കിനി ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ടാലും മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ളും കൂടെ ഇട്ടിട്ട് ഒരു നിറത്തിന് മാത്രം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു പഴയകാല റെസിപ്പിയാണ്. ഉള്ളിച്ചോറ് തൂമിച്ചതെന്നൊക്കെ ഇതിന് പറയാം. പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിന് കറിയൊന്നും വേണ്ട. ഞാനിവിടെ ഒരു ഉപ്പിലിട്ട നാരങ്ങയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അച്ചാറുണ്ടെങ്കിൽ അതും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് നാളെ കാണാം.